രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇരയുടെ ഒരു ഓഡിയോ റെക്കോർഡൊക്കെ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി. രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട്ടേക്ക് നടക്കുന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല വിഷയത്തെ മറച്ചു വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിണറായിയെ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും രാഹുലിനെ കരുവാക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല. രാഹുൽ തെറ്റുകാരനാണ് എന്നുള്ളതിന് ഉദാഹരണം ഇപ്പൊ രാഹുൽ പൂർണ്ണമായും തെറ്റുകാരനാണ്. ഉഭയസമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു കാര്യം മാത്രമാണ് രാഹുലിന്റെ ഭാഗത്ത് തെറ്റില്ലാതെ ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്നതുപോലെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥമായ ഒരു കാര്യമാണെങ്കിൽ സ്വാഭാവികമായും രാഹുൽ തെറ്റുകാരൻ തന്നെയാണ്. കാരണം ഒരു ജീവനെ നശിപ്പിക്കാൻ, ഒരു ജീവനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആരുടെ അനുവാദം വേണ്ട, പക്ഷെ അത് നശിപ്പിച്ചെടുക്കാനുള്ള അവകാശം നമുക്ക് മനുഷ്യർക്ക് ആരും തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ രാഹുലിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും രാഹുലിനെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ ഗർഭചിത്രം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയൊന്നും രാഹുലിനെതിരെ വലിയ രീതിയിൽ വരാൻ പോകുന്നില്ല. അത് അത്രത്തോളം എഫക്റ്റീവ് ആവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം, ഇത്രയും നാളുകളായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ മാത്രം വന്നുകൊണ്ടിരുന്ന ഈ ഒരു വിഷയം എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പോലീസിന് പരാതി കൊടുക്കാതെ ഡയറക്റ്റ് പോയിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു സംശയം നിഴലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ടാണോ അത്തരത്തിലൊരു പരാതി കൊടുത്തിട്ടുള്ളത്? ആയിരിക്കും. രാഹുലിനെ സംബന്ധിച്ച് ഈ കുറച്ച് നാളുകളായിട്ട് വീണ്ടും സജീവമാകുന്നത്. ആദ്യമായി പരാതി വന്നതിന് പിന്നാലെ രാഹുൽ ഒന്ന് ഒതുങ്ങുകയും അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ തന്നെ ഒരു മാസത്തോളം അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിലാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം ഈ പറയുന്നത് പോലെ മണ്ഡലത്തേക്കൊന്നും വരാതിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും രാഹുൽ പുറത്തിറങ്ങുകയും പാലക്കാട് സജീവമാവുകയും അതിനപ്പുറത്തേക്ക് രാഹുലിനെ ഭീഷണിപ്പെടുത്തിയ അല്ലെങ്കിൽ രാഹുലിനെ പാലക്കാട് കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും ഒരു മുഖത്തടി കിട്ടിയതുപോലെയായിരുന്നു രാഹുലിന്റെ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെയും. ജനങ്ങൾ രാഹുലിനെ പൂർണ്ണമായും ഇരു കൈയോടുകൂടിയും ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് രാഹുലിന് ഒരു ഇരുട്ടടി പോലെ അല്ലെങ്കിൽ അപ്രതീക്ഷിത സമയത്ത് ഒരു കൊട്ടായിട്ടായിരുന്നു ഈ പറയുന്ന രാഹുൽ വിഷയത്തിലുള്ള രണ്ടാമത് വന്നൊരു പരാതി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം തുടക്കത്തിൽ വന്ന പരാതിയുമായി മുന്നോട്ട് പോയപ്പോൾ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിൽ ഈ പറയുന്നത് പോലെ റിനി ആൻഡ് ജോർജ് ആണെങ്കിൽ പോലും അവർ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പരാതിയൊന്നുമില്ല, എനിക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറയണം തോന്നി, വന്ന് പറഞ്ഞു, അത് അവിടെ തീർന്നു. അതൊരു കുട്ടികളിയാണ് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരു രീതിയിലായിരുന്നു ഈ പറയുന്ന പെൺകുട്ടികളിലേക്ക് നീക്കും. പക്ഷെ ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നു. രാഹുലിനോട് പാർട്ടി പോലും ഇത്തരത്തിൽ സജീവമാകണ്ട, ഈ പറയുന്ന പ്രചരണത്തിന് ഇറങ്ങണ്ട എന്ന് പറയുമ്പോൾ പോലും രാഹുൽ അതൊന്നും കാര്യമാക്കാതെ പ്രവർത്തകർക്ക് വേണ്ടി ആരെയും തലയും മുറുക്കി ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ രാഹുലിന്റെ വളർച്ചയെ പൂർണ്ണമായും തച്ചുടക്കാൻ അല്ലെങ്കിൽ രാഹുൽ മുൻപിലുണ്ടെങ്കിൽ കോൺഗ്രസിന് ഇനിയൊന്നും പേടിക്കാനില്ല എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഈ പറയുന്ന പരാതിയുമായി വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. അതിനു പിന്നിൽ പിണറായിയോടുള്ള ഒരു പ്രത്യേക സ്നേഹം കൂടിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ശബരിമല വിഷയത്തിലാണെങ്കിലും ഇപ്പൊ രാഹുലിന്റെ ഒരു വിഷയമില്ലായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ശബരിമല വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം അതോടൊപ്പം തന്നെ വലിയ രീതിയിലൊരു വാർത്ത വന്നിരുന്നു ബാർക്ക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ ബാർക്ക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരാണ് കുറ്റക്കാരൻ എന്ന് ഇതുവരെ പറഞ്ഞില്ലെങ്കിലും മനമുറി അങ്ങനെ എന്തൊക്കെയോ സൂചനകളൊക്കെ ഓരോ ചാനലുകാരും പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, അങ്ങനെയുള്ള വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് മരമുറി എന്ന് അല്ലെങ്കിൽ മാംഗോ ഫോൺ എന്ന് പറഞ്ഞിങ്ങനെ കമന്റ് ഇടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ചാനൽ ഏതാ എന്ന് പറയുന്നില്ല, കാരണം അത്തരത്തിലുള്ള കമന്റുകളാണ് വരുന്നത്. അല്ല, ഈ ഒരു കമന്റ് വരുമ്പോ ആദ്യമൊക്കെ സംശയമായിരുന്നു ഏത് ചാനലിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആവശ്യമുണ്ടായില്ല. പക്ഷേ ഇപ്പോ ഈ ഒരു കമന്റുകളെല്ലാം ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ചില ചാനലുകളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ 24 ശ്രീകണ്ഠൻ നായർ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ 24 അതിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചു. അപ്പൊ അതിൽ അവർ പറയുന്നത് 100 കോടിയുടെ അഴിമതിയാണ് ബാർക്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതും ക്രിപ്റ്റോ ഹവാല വഴിയായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പം ഈ ചാനലുകൾക്കെതിരെ ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ട വിഷയമില്ലെങ്കിൽ ഒന്നെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതാണ്. CPM-ന്റെ ഏറ്റവും കരുത്തുറ്റ നേതാവായിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ ബാർക്കുമായി ബന്ധപ്പെട്ട് 100 കോടിയുടെ അഴിമതി ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയം വരുന്നത്. പിന്നീട് പ്രൈം ടൈമുകളെല്ലാം രാഹുൽ മാങ്കൂട്ടവുമായി ഓടുകയാണ്. ഇനി ഒരു 2 ദിവസത്തെയും കൂടെ പ്രൈം ടൈമുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി 2 ദിവസമൊന്നുമല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇത്തരത്തിൽ തന്നെ ആയിരിക്കാം. ഇടയ്ക്കും തലക്കുമായിട്ട് ഒരു മസാല പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എടുത്തിടുക, ജനങ്ങൾ അത് ഏറ്റുപിടിക്കും, മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കും. ആ ഒരു രീതിയിലായിരിക്കും ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെൺകുട്ടി പരാതി കൊടുത്ത ഒരു സാഹചര്യത്തിൽ പോലും ഇനിയും അടുത്ത എന്തെങ്കിലും തെളിവുകൾ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം അല്ല, രാഹുലിനെതിരെ ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്കറിയാം രാഹുലിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം
പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ച ചില നേതാക്കന്മാരുടെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, പൂട്ടും മണിച്ചിത്ര താഴിട്ട് പൂട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാപ്ഷനോട് കൂടി. അതായത് അവർ പൂട്ടിയതാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടാമത് വീണ്ടും ഈ ഒരു വിഷയം വന്നപ്പോൾ എല്ലാവരും പ്രശാന്ത് ശിവന്റെ നേരെ വിരൽ ചൂണ്ടുന്നത് നമ്മൾ കണ്ടിരുന്നു. വ്യക്തിവൈരാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രശാന്ത് ശിവനാണ് ഈ ഒരു പരാതി കൊടുത്തത്. പക്ഷേ ആ ഒരു പ്രശാന്ത് ശിവനെ കൂടി ഇരയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കരുവാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്ന മറ്റാരൊക്കെയോ ഈ ഒരു വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയും രാഹുലിനെ ഇല്ലാതാക്കുക, എങ്ങനെയെങ്കിലും രാഹുലിനെ ഇല്ലാതാക്കുക എന്നത് സെക്കൻഡറി മാത്രമാണ്. ശബരിമല വിഷയവും പിണറായി വിജയനെ ചേർത്ത് പിടിക്കുക, ഈ പറയുന്നത് പോലെ പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുക, മുഖം രക്ഷിക്കുക. പത്മകുമാറിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടകംപള്ളിക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അല്ലെങ്കിൽ കടകംപള്ളി പ്രസ്ഥാനത്ത് വരുന്ന സാഹചര്യത്തിൽ ഇനിയും വലിയ ആളുകളുടെ പേര് വരും. മലയാളികളുടെ പൊതുവെ ഒരു സ്വഭാവമായി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീ വിഷയമാണെങ്കിൽ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്, കൂടുതൽ അത് ശ്രദ്ധിക്കാനുള്ള താല്പര്യങ്ങൾ. ഇപ്പൊ ശബരിമല വിഷയം ഒന്നും ഇപ്പൊ ആർക്കും വേണ്ടത്, കേരളത്തിലെ ജനങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക് ശബരിമല വിഷയം പോകുന്നു. ഈ കള്ളന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നുള്ളൊരു സമീപനത്തിലൂടെ അവർക്കത് സ്ഥിരമായി തുടങ്ങിയിരിക്കുകയാണ്. അഴിമതി പുതിയ കാര്യമല്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടുള്ളത് പെണ്ണു വിഷയമാണ്. അതും വലിയ രീതിയിൽ ജനങ്ങൾക്ക്, അതായത് ആദ്യത്തെ ഒരു ദിവസത്തേക്ക് അത് പോകും. ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച അത് പോയി. അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ആണെങ്കിലും ഒരാഴ്ച കൂടി ആ വിഷയം പോകും. ജനങ്ങൾ ഇതിലൊന്നും സംതൃപ്തരല്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ പറയുന്ന മാധ്യമങ്ങൾ ആ ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായും വരുന്ന പരാതികളെല്ലാം ഈ പറയുന്ന സ്ത്രീ വിഷയമൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ ചർച്ച അവസാനിപ്പിച്ച് ചത്തിരിക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാത്രം വരുമ്പോൾ എല്ലാ ദിവസവും പുതിയതായിട്ട് കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ പറഞ്ഞാലും വീണ്ടും പുതിയതായിട്ട് ജനങ്ങളെ ഏറ്റെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു രാഹുലിന്റെ വിഷയം, ഇത്രയും ജനപ്രിയനായ ഒരു നേതാവ്, ഇത്രയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്നിരുന്ന ഒരു ജനപ്രതിനിധി, സ്വാഭാവികമായി ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹം ആണെങ്കിൽ ഈ പറഞ്ഞ സരിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ക്രൂശിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതും ഇതും രണ്ടും രണ്ടാണ്. അപ്പൊ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് സരിത ഒരു ആരോപണം മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്, തെളിയിക്കാനുള്ള ഒരു രേഖകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വരുന്നത് രാഹുലും ആ കുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. ആ ട്വിസ്റ്റുകൾ അടുത്ത ദിവസങ്ങൾ എന്തായാലും പുറത്തേക്ക് വരും.